നമസ്കാരം, മഞ്ജു ശ്രീകരനാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓണാശംസകൾ. ഇന്ന് ഞാനുള്ളത് അബുദാബിയിലാണ്. അബുദാബിയിലെ ഗോൾഡൻ മ്യൂസിക് സെന്ററിലാണുള്ളത്. ഇവിടുത്തെ സ്റ്റാഫും ഫാമിലീസും എല്ലാവരും ചേർന്നിട്ട് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഓണ വിരുന്ന് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ആ വിശേഷങ്ങളിലേക്ക് പോവാം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗോൾഡൻ മ്യൂസിക്കിന്റെ ഓണർ സുമിത മാമിനെയും മകൾ അമൂല്യയുമാണ്. അപ്പോൾ ഓണവിശേഷങ്ങൾക്കിടയിൽ ഓണത്തിന്റെ പ്രോഗ്രാം ഇങ്ങനെ തകൃതിയായി നടക്കുമ്പോൾ നമുക്കിനി കുറച്ച് ഓണവിശേഷങ്ങൾ പറഞ്ഞാലോ. നാട്ടിലെ വിശേഷങ്ങൾ കുറച്ച് കുറവായിരിക്കും, എന്നാലും ഒത്തിരി 30-35 വർഷമായല്ലോ ഇവിടെ വന്നെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയാണ് സ്ഥിരമായിട്ട് ഈ ഒരു ഓണാഘോഷം? ഇങ്ങനെയാണോ എല്ലാ വർഷവും സ്റ്റാഫും ഒക്കെ ആയിട്ട് ചേർന്ന്? ഇപ്പം ബിസിനസ് തുടങ്ങിയിട്ട് 20 years ആയത്. അതിന് മുന്നേ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ബിസിനസ് തുടങ്ങിയ പിന്നെ ഫാമിലി എന്ന് പറയുന്നത് ഇവിടെ ഗോൾഡൻ ഗ്രൂപ്പിലെ സ്റ്റാഫാണ്. അപ്പോൾ അവരുടെ കൂടെയാണ് എല്ലാം ആഘോഷിക്കുന്നത്. ഈ ഒരു ഗോൾഡൻ മ്യൂസിക് സെന്റർ മാത്രമല്ല, ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. എന്തൊക്കെയാണ് മറ്റു സംരംഭങ്ങളെന്ന് കൂടി പറയാമോ? ഗോൾഡൻ മ്യൂസിക് അല്ലാതെ കുറച്ച് ബിസിനസ്സും കൂടി ഉണ്ട്. ഗോൾഡൻ യുണീക്ക് ലേഡീസ് സലൂൺ ഉണ്ട്. പിന്നെ ഗോൾഡൻ സ്റ്റെപ്പ് ഫിറ്റ്നസ് ട്രെയിനിങ് സെന്റർ എന്ന് പറഞ്ഞാൽ കരാട്ടെ സെന്ററാണ്. പിന്നെ ഗോൾഡൻ ടൈലറിംഗ് യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ മെന്റൽ അബാക്കസിന്റെ ഗോൾഡൻ മെന്റൽ കാൽക്കുലേഷൻ സെന്റർ. ഇത്രയുമാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ എല്ലാം കൂടി സ്റ്റാഫാണ് നമുക്ക് ഇന്ന് ഓണാഘോഷത്തിൽ ഉണ്ടായിരുന്നത്. അതെ, ഇന്നൊരു 50% ഉണ്ടായിരുന്നു. കുറച്ച് പേര് വെക്കേഷൻ ഓണത്തിന് നാട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് ഇന്ന് വരാൻ അസൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഒരു 50% ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് തിരിച്ച് ഒന്ന് മകളിലോട്ട് പോയിട്ട് വരാം. അമൂല്യ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ അല്ല, യുഎഇയിലല്ല ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാനഡയിൽ ബാച്ചിലേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു സൈക്കോളജിന്റെ. അതിപ്പോ കഴിഞ്ഞു. ഇപ്പോൾ 1 വർഷം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത മാസം മാസ്റ്റേഴ്സിന് യുകെയിലോട്ട് പോവാണ്. ഓണാഘോഷത്തിന് എപ്പോഴും അമ്മയോടൊപ്പം കൂടെ ഉണ്ടാവും? യൂഷ്വലി അതാണ് പതിവ്. കഴിഞ്ഞ വർഷം മാത്രമേ വിട്ടു നിന്നിട്ടുള്ളൂ, ജസ്റ്റ് ഡിഗ്രി കാരണം. അല്ലെങ്കിൽ എപ്പോഴും ഗോൾഡൻ ഫാമിലിയുടെ കൂടെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. എങ്ങനെയുണ്ട് ഈ ഒരു ഗോൾഡൻ ടീം? എല്ലാം ഒത്തിരി ഇഷ്ടമാണോ? ഒത്തിരി ഇഷ്ടമാണ്. സിൻസ് ചൈൽഡ്ഹുഡ്, ലൈക്ക് 5 years old തൊട്ട് തന്നെ ലൈക്ക് ഐ വാസ് വിത്ത് ഗോൾഡൻ ഫാമിലി. അപ്പോൾ ലൈക്ക് സ്റ്റാഫൊക്കെ ആണെങ്കിലും കുറേ പേരൊക്കെ ആൻറ്റിയാണ്, കുറേ പേരൊക്കെ ചേച്ചിയാണ്. ബട്ട് എനിവേസ് ഒരു യൂണിറ്റ് തന്നെയാണ്. ഇടയ്ക്കൊക്കെ അമ്മയുടെ കൂടെ ഇങ്ങനെ എല്ലായിടത്തും വരും? എപ്പോഴും, എവറി ഡേ. ഗോൾഡൻ മ്യൂസിക് സെന്റർ എന്ന് പറഞ്ഞു. അപ്പം മേ ബി ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒത്തിരി പേരുണ്ടാവും. ഇപ്പോൾ അറിയാമല്ലോ, നമ്മൾ യുഎഇയിൽ ഒത്തിരി ആളുകൾ ഇങ്ങനെ പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പം എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. എന്നെങ്കിൽ പോലും നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് എവിടേക്കാണ് നമ്മുടെ 4 ബ്രാഞ്ചസ്, ഇപ്പോൾ ഗോൾഡൻ മ്യൂസിക്കിന്റെ ആണെങ്കിൽ മറ്റ് ഔട്ട്ലെറ്റിന്റെ മറ്റ് സംരംഭങ്ങളുടെയൊക്കെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറയാമോ?
ഞങ്ങൾക്ക് ഗോൾഡൻ മ്യൂസിക്കിനുള്ളത് 4 ബ്രാഞ്ചാണ്. ഒന്ന് വന്നിട്ട് ഹംദാൻ സ്ട്രീറ്റിൽ തന്നെയാണ്, അലൈൻ ടവർ ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിലുമാണ്. രണ്ടാമത്തെ ബ്രാഞ്ച് വന്നിട്ട് WTC മോളിൻ്റെ ഓപ്പോസിറ്റ് ആണ്, അൽസായ ടവർ. അതിലും സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ ആണ്. പിന്നെ തേർഡ് ബ്രാഞ്ച് വന്നിട്ട് എയർപോർട്ട് റോഡ് അൽബഹദ മോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ലൈഫ് ഫാർമസി ബിൽഡിങ്ങിലാണ്, തേർഡ് ഫ്ലോറിൽ. പിന്നെ മുസഫയിലാണ് ഒരു ബ്രാഞ്ച് ഉള്ളത്, ഷാബിയ 11. അങ്ങനെയാണ് 4 ബ്രാഞ്ച് ഉള്ളത്. ഇനി ചോദിക്കാനുള്ളത് ഗോൾഡൻ മ്യൂസിക്കിന്റെ ആ ഒരു പേരും ഒപ്പം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അത് മൂത്ത മോൾ അതുല്യ ഇങ്ങനെ ഡാൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അബുദാബിയിൽ അന്ന് ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമായപ്പോഴത്തേക്ക് ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല സ്കോപ്പാണെന്ന് മനസ്സിലായി. അങ്ങനെ മോളുടെ ഇതിന് നോക്കി മോള് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത സംരംഭം എന്ന് പറയുന്നത് ഡാൻസ് സ്കൂളാണ്. ഡാൻസ് സ്കൂൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ടൈലറിംഗും മറ്റ് ആക്ടിവിറ്റി. ഇവിടെ എന്തൊക്കെയാണ് ഗോൾഡൻ മ്യൂസിക് സെന്ററിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾക്ക് വേണ്ടി? നമുക്ക് മെയിനായിട്ട് കുട്ടികളുടെ മ്യൂസിക്കാണ്, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, ഡാൻസ്, പാട്ട്, ബോളിവുഡ് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസസ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഡ്രോയിങ്, അബാക്കസ്, അങ്ങനെ എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. നമ്മൾ സാധാരണ ഞാനിപ്പോൾ ദുബായിലാണെങ്കിലും എല്ലായിടത്തും കണ്ടിട്ടുള്ള ഈ ഒരു മ്യൂസിക്കൽ സ്കൂൾ ഡാൻസ് എന്നൊക്കെ പറയുന്നത് മലയാളി നടത്തുന്നതാകുമ്പോഴത്തേക്ക് മൊത്തം നമ്മൾ കാണുന്നത് മലയാളി സ്റ്റാഫ് തന്നെയായിരിക്കും, എല്ലാവരും നാട്ടിൽ നിന്ന് വരുന്ന സ്റ്റാഫുകൾ. പക്ഷെ ഇവിടെ ഇന്നിപ്പോൾ ഞാൻ കണ്ടത്, ഞാനിങ്ങനെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. എല്ലാവരും നേപ്പാളീസ് ഉണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ കസവ് സാരിയിൽ വന്ന് ആഘോഷങ്ങൾ കാര്യം. അതെങ്ങനെയാണ് എല്ലായിടത്തു നിന്നുള്ള ഒരു സ്റ്റാഫിന്റെ എല്ലാ നാഷണാലിറ്റി? ആക്ച്വലി നമുക്ക് മ്യൂസിഷ്യൻ, നമ്മുടെ 2 ബ്രാഞ്ചിലെ മ്യൂസിക് ടീച്ചേഴ്സിന് 2 പേര് സുഡാൻ എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻസ് നമുക്ക് അങ്ങനെ ഡാൻസ് പാട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസ്, പിന്നെ കർണാട്ടിക് മ്യൂസിക്, അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് ചുരുക്കുന്നതാണ്. പക്ഷെ ഇത് വന്നിട്ട് നമുക്ക് എല്ലാം വെസ്റ്റേണും അങ്ങനെ എല്ലാം ആയപ്പോഴത്തേക്ക് അവരും നല്ല മ്യൂസീഷ്യൻസ് ആണ്. പിന്നെ ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ നമുക്ക് പ്രീ സ്കൂളും KG ഉണ്ട്. അപ്പോൾ അതിന് ശ്രീലങ്കൻ, നേപ്പാളി ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ സലൂണിൽ എല്ലാ നാഷണാലിറ്റി ഉണ്ട് സ്റ്റാഫ്. അപ്പോൾ വളരെ മനോഹരമായിട്ട് പോകുന്ന ഒരു എന്താ പറയുക ഒരു ഫാമിലിയാണ് ഞാനിന്ന് ഇവിടെ ഓണാഘോഷത്തിന് കണ്ടത്. അപ്പം ഇനി ഇവിടുത്തെ ഫാമിലിയുടെ കാര്യം നമ്മൾ ഒരാളെ കണ്ടുള്ളൂ, ബാക്കി വിശേഷങ്ങളൂടി ഒന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. എനിക്ക് 2 മക്കളാണ്. മൂത്ത മോൾ അതുല്യ, അവൾ കല്യാണം കഴിച്ചു. ഇപ്പോൾ മോൾക്ക് ഒരു 6 വയസ്സായ മോനുണ്ട്, ദർശ്. ഇത് ഇളയ മോളാണ്, 10 വർഷത്തിന് ശേഷമുള്ളതാണ്. 10 വർഷത്തിന് ശേഷമുള്ള ഒരാൾ. അതാണ് ഇല്ലാതെ ഇങ്ങനെ പാമ്പറിങ് ചെയ്ത് ഇങ്ങനെ എല്ലാവരുടെയും ഒരു മകളാണ്. ആളായിരുന്നു ത്രൂ ഔട്ട് പ്രോഗ്രാം എല്ലാം വല്ല പ്രോഗ്രാം എന്താ പറയുക അത് ഫുൾ അറേഞ്ച് ചെയ്തതും ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്ത ആൾ തന്നെയാണ്. വളരെ മനോഹരമായിട്ടായിരുന്നു കേട്ടോ. ഗെയിംസ് ഒക്കെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന ഗെയിമൊക്കെ അതിലുണ്ടായിരുന്നു. ഞാനിങ്ങനെ മൈൻഡിൽ വയ്ക്കാൻ ഓക്കെ ഇനി അടുത്ത പ്രാവശ്യം ഓണാഘോഷം അവിടെ പോയിട്ട് ഇനി ഇത് പരീക്ഷണങ്ങളൊക്കെ. എന്തായാലും ഒത്തിരി സന്തോഷം. ഈ ഒരു സന്തോഷം എപ്പോഴും മുന്നോട്ട് പോകട്ടെ. ഇനി ഒത്തിരി ഇപ്പം 4 ബ്രാഞ്ചസ് ആണുള്ളത്, ഇനിയും ഒത്തിരി ബ്രാഞ്ചസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അബുദാബിയിലെ ഗോൾഡൻ മ്യൂസിക് ഒരുക്കിയ ഒരു ഗംഭീര ഓണാഘോഷം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നമസ്കാരം.